ഐവി പിന്നെ ടെറോണിയം ഡയാന്തസ് പിറ്റൂണിയ. ഈ ഭാഗത്ത് മുഴുവൻ കാണുന്നത് ഇൻഡോർ പ്ലാന്റ്സ് ആണ്. അതും ഒരുപാട് വെറൈറ്റികളുണ്ട്. ഹായ്, നമസ്കാരം. മൂന്നാർ ട്രാവലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് അടിമാലിയിലാണ്. അടിമാലിയിലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നഴ്സറി ഗാർഡനിലേക്കാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. സാനിയ നഴ്സറി. ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള അലങ്കാര ചെടികളുണ്ട്. വിദേശ രാജ്യങ്ങളൊക്കെ കാണുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള ഒരുപാട് വെറൈറ്റികളുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങൾ മൂന്നാർ യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അടിമാലി അമ്പലപ്പടിയിൽ ഒരു ഹോണ്ടയുടെ ഒരു ഷോറൂമുണ്ട്. ആ ഷോറൂമിൻ്റെ തൊട്ട് ചേർന്നാണ് നമ്മുടെ ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. നമുക്കെന്തായാലും നേരെ ഉള്ളിലോട്ട് കയറി വെക്കാം. അപൂർവമായിട്ടുള്ള അലങ്കാര ചെടികളുടെ ഒരു വൻ കളക്ഷൻ തന്നെ ഈ ഗാർഡനിലുണ്ട്. സാനിയ നഴ്സറി ഗാർഡൻ എന്നാണ് ഈ ഗാർഡൻ്റെ പേര്. ഇത് നമ്മുടെ അടിമാലി കോതമംഗലം റൂട്ടിലാണ് ഈ ഗാർഡൻ ഉള്ളത്. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഈ നഴ്സറിയുടെ ആളുകൾ ലീല ചേച്ചിയും മോള് ഷൈനിയാണ്. അപ്പോൾ നമുക്ക് അവരോട് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കാം. എന്തെല്ലാം പ്ലാന്റ്സ് ആണ് ഇവിടെ ഉള്ളത്, എന്തെല്ലാം ഐറ്റംസ് ആണ് ഇവിടെ വെറൈറ്റി ആയിട്ടുള്ളത്, എല്ലാ കാര്യങ്ങളും ചോദിക്കാം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു. എങ്ങനെയുണ്ട് ഇവിടെ ഗാർഡൻ്റെ ബിസിനസ്സൊക്കെ? ഒരുവിധം നന്നായിട്ട് പോകുന്നു. ഫാമിലി തന്നെ ഈ നഴ്സറിയുടെ ബിസിനസ് എല്ലാവർക്കും ഇഷ്ടമുള്ള, എല്ലാവരും പൂക്കളെ സ്നേഹിക്കുന്നവരാ. ഞങ്ങൾ ഈ നഴ്സറി തുടങ്ങിയിട്ട് 10-17 വർഷത്തിനോടടുത്തു. എത്ര വെറൈറ്റി ഉണ്ടാവും ഇവിടെ ചെടികൾ? ഏതാണ്ട് 500-ൽ പരം ചെടികളുണ്ട്. റേറ്റ് 20 രൂപ മുതൽ 5000 രൂപ വരെയുള്ള ചെടികൾ ഇവിടെ ഉണ്ട്. ബോഗൈൻവില്ല, ഡാലിയ, പിന്നെ കലാഞ്ചിയം, റോസ് ഒത്തിരി വെറൈറ്റി ഉണ്ട്. പല വെറൈറ്റി ഉണ്ട്. പിന്നെ ബാൾസം ഉണ്ട്. ഫ്രൂട്ട്സിൻ്റെ തൈകളുണ്ട്. സ്ട്രോബെറി ഉണ്ട്, അവക്കാഡോ ഉണ്ട്, റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ. ഹൈബ്രിഡ് തൈകൾ തന്നെയാണ്. മാവ്, പ്ലാവ്. അതെ, പെട്ടെന്ന് കായ്ക്കുന്ന, ഒരു 1.5 വർഷത്തിനുള്ളിൽ കായ്ക്കുന്ന മാവും പ്ലാവും റംബൂട്ടാനും. അതുപോലെ തന്നെ ഓൾ സീസൺ പ്ലാവ്. എല്ലാ സമയത്തും കായ്ക്കുന്ന. പിന്നെ നമുക്ക് ഈ ബോഗൻവില്ലയുടെ തൈയില്ലേ? അത് 50 രൂപ മുതൽ 2500 വരെയുള്ള വരെ. 2500 വലിയ തൈയാണ്. തയ്യ വലിയ തൈ 3-4 വർഷമായ തൈകൾ. അതിന് 2500. 50 രൂപ. ഈ കാണുന്നത് ബോഗൻവില്ലയുടെ ഒരു ഏരിയ ആണ്. ഇവിടെ പല കളറിൽ വളരെ വെറൈറ്റി ആയിട്ട് ഒരുപാട് ബോഗൻവില്ലയുടെ കളക്ഷൻസ് ഉണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ചെടികൾ ഏതൊക്കെയായിരുന്നു? ഇപ്പോൾ ഈ സീസണിലാണെങ്കിൽ ബോഗൻവില്ലയാണ്. അത് കഴിഞ്ഞിട്ട് അസേലിയ, പിന്നെ അതിൽ കമേലിയ, അതൊക്കെ ഒരുപാട് ഡിമാൻഡ് ഉണ്ട്. പിന്നെ ജെറബറ, പിന്നെ ബാൾസം, ഹൈബ്രിഡ് ബാൾസം, ഡെയ്സി പല കളറുണ്ട്. ജിജ. എവിടെ താമസിക്കുന്നത്? അടിമാലി തന്നെ. ഇവിടെ വരാറുണ്ടോ സാധാരണ? എപ്പോഴും വരാറുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഈ നഴ്സറി? എങ്ങനെയാണ്? നല്ല വെറൈറ്റി ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ വിലയും തരത്തിന് വളരെ കുറവാണല്ലേ? അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പൂച്ചെടികളുണ്ട്. നമുക്ക് ഏതൊക്കെയാണെന്ന് ഓരോന്നായിട്ട് നോക്കാം. ഈ ഭാഗത്ത് കാണുന്നത് റോസിൻ്റെ ചില വെറൈറ്റികളാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ട് ഇവിടെ ഡാലിയ ഉണ്ട്. ഡാലിയൊക്കെ ചെറിയ റേറ്റ് തുടങ്ങി ഇവിടെ ലഭ്യമാണ്, പലതരത്തിലുള്ള ഡാലിയകൾ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടില്ല, ഇവിടെ ഒരു ചെറിയൊരു അമ്പൽക്കുളമാണ്, നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൈകളുമൊക്കെ ഇവിടെ വിൽക്കാനായിട്ടുണ്ട്. നല്ല വൈറ്റ് കളറിൽ ഈ കാണുന്ന ഈ പ്ലാന്റ് ഡിസംബർ ലേഡി എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. എന്തായാലും വളരെ വെറൈറ്റി ആയിട്ടുള്ള പൂച്ചെടികളാണ് ഈ നഴ്സറിയിലുള്ളത്. നിങ്ങൾ ഈ കാണുന്ന പ്ലാന്റ് കണ്ടില്ലേ, ഇത് മരമുല്ലയാണ്. ഇത് വളരെ ഹൈറ്റിൽ വളരുന്ന ഒരു ചെടിയാണ്. നല്ല രീതിയിൽ പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ ഈ ഭാഗത്ത് കാണുന്നത് ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇതും കുറച്ച് വെറൈറ്റികൾ ഇവിടെയുണ്ട്. പിന്നെയുള്ളത് മരത്തൈകളുണ്ട്. സൈപ്രസ്, തൂജ, പൈക്കസ്, ബോഡോ കാർപ്പസ്. അപ്പോൾ ഇവിടെയൊക്കെ കാണുന്നത് ഈ പിറ്റൂണിയുടെ തൈകളാണ്. ഇതും ഇങ്ങനെ ഒരുപാടുണ്ട്, ഇങ്ങനെ പല കളറിൽ വളരെ വെറൈറ്റി ആയിട്ട് ഒരുപാടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് ജെർബറയാണ്. ഇത് ഈ നഴ്സറിയുടെ പല ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ഇത് പൂത്ത് നിൽക്കുന്നുണ്ട്. അത് കാണാനായിട്ട് തന്നെ നല്ലൊരു ഭംഗിയാണ്. വളരെ കളർഫുള്ളായിട്ട് പല കളറിൽ ഉള്ള ജെർബറയാണ് ഇവിടെ ഉള്ളത്.
ഈ ഭാഗത്തൊക്കെ കാണുന്നത് റോസിൻ്റെ കളക്ഷൻസാണ്. അത് പല വെറൈറ്റി ഉണ്ട്, പല റേറ്റിലും ഉണ്ട്. ജമന്തി അതിനിപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ട് കാണുന്നത് ഡെയ്സിയുടെ ഒരു കുറേ കളക്ഷൻസ് ഉണ്ട്. അത് വൈറ്റ് ഉണ്ട്, പിന്നെ വേറൊരു കളറുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് കുറേ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്. ഇതിൽ പലതിൻ്റെയും പേര് എനിക്ക് വലിയ നിശ്ചയമില്ല, പക്ഷേ ഇവിടെ പല വെറൈറ്റി ഉണ്ട്. ഇത് കണ്ടില്ലേ, പലതരത്തിലുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് കാക്ടസ് പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെയും ചെറിയൊരു കളക്ഷൻ ഈ നഴ്സറിയിലുണ്ട്. ഇവിടെ കാണുന്ന ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ടല്ലോ, അത് ഏതൊക്കെയാണെന്ന് പറയാമോ? ഈ ഭാഗത്ത് പറയാം. അത് ടേബിൾ റോസ്, കറോണിയം, അത് ടേബിൾ റോസ്. പിന്നെ അപ്പുറത്തോട്ട് വരുമ്പോൾ ഇതൊക്കെ ഇത് ഐവിയാ. ഐവി. പിന്നെ കാണുന്നത് ഇതൊക്കെയോ? പിന്നെ ടെറോണിയം, ഈ കാണുന്നത് ടെറോണിയം, ഡയാന്തസ്, പിറ്റൂണിയ, അതൊക്കെയാണ് ഈ ഐറ്റംസ് അല്ലേ? ഞാനിപ്പോൾ നിൽക്കുന്നത് ഇൻഡോർ പ്ലാന്റുകളുടെ ഒരു സെക്ഷനിലാണ്. ശരിക്കും നമ്മൾ ആദ്യം കയറി വരുന്ന ഭാഗത്ത് കാണുന്നത് ഔട്ട്ഡോർ പ്ലാന്റ്സും, അതുപോലെ ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഭാഗത്ത് മുഴുവൻ കാണുന്നത് ഇൻഡോർ പ്ലാന്റ്സ് ആണ്. അതും ഒരുപാട് വെറൈറ്റികളുണ്ട്. ഇവിടെയുള്ള മെയിൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഫിലോഡെൻഡ്രോണിൻ്റെ പല വെറൈറ്റികൾ, അതുപോലെ പർപ്പിൾ ഷാംറോക്ക്, പിന്നെ ഇൻഡോർ പാംസ് ഉണ്ട്, അതുപോലെ തന്നെ പെപ്രോമിയ, അതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. പിന്നെ റബ്ബർ പ്ലാന്റ് ഉണ്ട്, സ്നേക്ക് പ്ലാന്റ്, സ്പൈഡർ പ്ലാന്റ്, പീസ് ലില്ലി, അതുപോലെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഈ ഫേണിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, പല വെറൈറ്റി ഫേൺസ് ഉണ്ട്. അപ്പോൾ ഈ പൂച്ചെടികൾ കൂടാതെ ഈ ചെടികൾക്കുള്ള വളങ്ങൾ, അതുപോലെ തന്നെ ഇതിലുള്ള ഹോർമോണുകൾ, പൂച്ചെടികൾ വളർത്തുന്നതിനുള്ള ഈ പോട്ടുകൾ, അങ്ങനെ പല പല ഐറ്റംസ് ഇവിടെ ലഭ്യമാണ്. ആവശ്യക്കാർക്ക് ഇവിടുന്ന് അത് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഇഷ്ടപ്പെട്ടാണെന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.